എത്രയോ കാലമായി അവിടുത്തെ പാവം മനുഷ്യരിങ്ങനെ അവരുടെ അവസ്ഥകൾ പറയുന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അത് കാട്ടിലാണോ വനത്തിനുള്ളിലാണെങ്കിൽ വനത്തിനുള്ളിലാണല്ലോ സംഭവിച്ചത് എന്നാണ് പലപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് തന്നെ നമ്മൾ പ്രതികരണങ്ങൾ കേട്ടിട്ടുള്ളത്. ഇത് അവർക്ക് താമസിക്കാൻ വേണ്ടി സർക്കാർ തന്നെ അനുവദിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇങ്ങനെ അപകടമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ വേലി കെട്ടുക എന്നതൊക്കെയാണല്ലോ അവിടെ സാധ്യമായ പ്രതിരോധ മാർഗങ്ങൾ. അതുപോലും വേണ്ട രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഈ രണ്ട് മനുഷ്യജീവികളെ നഷ്ടപ്പെടില്ലായിരുന്നല്ലോ. രവീഷ, ഈ 10 വർഷത്തിനിടെ 10-ലേറെ പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഒരു സ്ഥലമാണ്. അപ്പോ ഇന്നലെയല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമ്മുടെ സംവിധാനങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോഴാണ് അതിന്റെ ഒരു ആനമതിൽ നിർമ്മാണമൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഇനിയും കിലോമീറ്ററുകളോളം നീളം ആനമതിൽ നിർമ്മിക്കാനുണ്ട്. നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഈ വഴിക്കാണ് ആന ധാരാളമായി ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വനംവകുപ്പ് ഈ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഈ ഫാമിലേക്ക് കയറിയ ആനകളെ ഇതിനുള്ളിൽ നിന്നും ഓടിച്ച് തുരത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു. 3 ദിവസത്തെ ഒരു ശ്രമം നടത്തി ധാരാളം ആനകൾ ഈ കാട്ടിലേക്ക് പോയി. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് 70ഓളം ആനകൾ ഈ പറയുന്ന ആർളം ഫാമിനുള്ളിലുണ്ട് എന്നാണ് വനംവകുപ്പ് തന്നെ പറയുന്നത്. അപ്പോ 70ഓളം ആനകൾ ജനവാസ മേഖലയിലൂടെ നടക്കുന്ന ഒരു സ്ഥലമായി ആർളം ഫാം മേഖല മാറി എന്നതാണ്. അപ്പോ സ്ഥിരമായി ആനകൾ എത്തുന്നു. കുട്ടികളെ അടക്കം ധാരാളം കുട്ടികളുണ്ട് അവിടെ. സ്കൂളുകളിൽ പോകുന്നവരുണ്ട്. പക്ഷേ കുട്ടികൾക്ക് സ്കൂളിൽ പോകാത്ത കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. വളരെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം അവിടെ കാട്ടാന ഇറങ്ങും. കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ എത്തിയിരുന്നു. ആ സമയത്ത് അവർ പറയുന്നത് പുലർച്ചെയും രാവിലെയും ഒക്കെ തന്നെ നടു റോട്ടിൽ കാട്ടാനയാണ്, ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഏറ്റവും സങ്കടകരമായ കാര്യം, 1.5 വർഷം മുമ്പാണ് ഒരു വീട്ടിൽ ആ വീട്ടിലെ ഗ്രഹനാഥനെ കാട്ടാന ചവിട്ടി കൊല്ലുന്നത്. ആ വീട്ടിലെ ആ ഗ്രഹനാഥന്റെ ഭാര്യ നേരത്തെ മരിച്ചതാണ്. 3 മക്കളെ അനാഥരാക്കിയാണ് അദ്ദേഹം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ 3 മക്കളാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ വീട്ടിൽ അനാഥരായി പോകുന്നത്. അങ്ങനെ ധാരാളം പേർ അനാഥരായി മാറിയ ഒരു മേഖലയാണ്. പക്ഷെ എന്നിട്ടും കൃത്യമായ ഒരു ഇടപെടലും ഇതുവരെയും അതിന്റെ ശാശ്വത പരിഹാരത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഏതായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2 പേർക്ക്, അതും ആർളം ഫാമിലെ തൊഴിലാളികളാണ്. അവർ ദുരിതാശ്വാസ മേഖലയിൽ താമസിക്കുകയും ഈ തൊഴിലാളികളായി ആർളം ഫാമിലെത്തുകയും കശുവണ്ടി ശേഖരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അങ്ങനെ എല്ലാ വർഷവും തുടർച്ചയായി ഈ ആർള ഫാമിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും അതിനൊരു കൃത്യമായ പരിഹാരം വേണം എന്നത് തന്നെയാണ് അവിടെയുള്ള ആളുകളുടെ ആവശ്യം. കാരണം ധൈര്യത്തോടെ ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവിടെ ആളുകൾ താമസിക്കുന്നത്. ഏത് നിമിഷവും വീടിന്റെ മുറ്റത്ത് ആന വന്നു നിൽക്കുന്ന സ്ഥിതി ആ പ്രദേശത്തുണ്ട്. അത് വർഷങ്ങളായി തുടരുന്നു. പേടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുമായി സ്ത്രീകളൊക്കെ വീട്ടിനുള്ളിൽ കഴിയേണ്ട ഒരു അവസ്ഥയുണ്ട്. ഏതായാലും അതിനൊരു പരിഹാരം, ഒരു പൂർണ്ണ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 2 ജീവനുകൾ, അതും ജനവാസ മേഖലയിലാണ് ഈ 2 ജീവനുകൾ കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതെന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.